ഈ കെജ്രിവാൾ വീണ്ടും പിണറായി വിജയൻ്റെ കാര്യം പറയുകയാണ്. ഓർക്കുന്നില്ലേ, അറസ്റ്റിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ കെജ്രിവാളിനെയും പിണറായി വിജയനെയും മമതാ ബാനർജിയെയും അറസ്റ്റ് ചെയ്യാൻ മോദി നോക്കുന്നു എന്നാണ്. അങ്ങനെ കെജ്രിവാൾ ജയിലിൽ പോയി. ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് ഇത് വീണ്ടും പറയുന്നു പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യും, മമതയെ അറസ്റ്റ് ചെയ്യും. ഞാൻ ഓർക്കുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് ഇവർ ഇന്ത്യ മുന്നണിയാണല്ലോ, ചോദിച്ചത് എന്തുകൊണ്ട് പിണറായിയെ അറസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ത്യ മുന്നണിക്കാർക്ക് പിണറായി ജയിലിൽ പോകണമെന്നൊരു ആഗ്രഹമുണ്ടോ? ഇതേ ഈ ഇതിൻ്റെ മറ്റേ തലയ്ക്കൽ നടക്കുന്ന ആലോചിച്ച് നോക്ക്. ഇന്ന് വരെ പിണറായി വിജയൻ ഒരക്ഷരം അരവിന്ദ് കെജ്രിവാളിനെ പറ്റി പറഞ്ഞിട്ടില്ല. നല്ലതും പറഞ്ഞിട്ടില്ല, ചീത്തയും പറഞ്ഞിട്ടില്ല. മമതാ ബാനർജി ഷീ നെവർ കെയർ ഫോർ കെജ്രിവാൾ. കെജ്രിവാൾ യു പിയിൽ ലക്നൗ വരെ പോയി, കൽക്കത്തയിൽ പോയിട്ടില്ല. ആ ചേച്ചിക്ക് ഈ ചെറുക്കനെ വേണ്ട, ആവശ്യമില്ല, കൂടാപ്പില്ല. പക്ഷേ ഇവന് ഇവരുടെ കൂട്ട് വേണം. അതുകൊണ്ട് എന്നെ പിടിച്ചു, ഇനിയിപ്പോൾ പിണറായി വിജയനെ പിടിക്കും, ഇനിയിപ്പോൾ മമതാ ബാനർജിയെ പിടിക്കും. അപ്പോൾ പിണറായി വിജയൻ എന്തെങ്കിലും പറയുമല്ലോ, എന്നെ പിടിച്ചാൽ ഞാൻ നോക്കിക്കോളാം, എന്തെങ്കിലും ഒരു കമൻറ്റ് കിട്ടിയാൽ രക്ഷയായി. പിണറായി ജമ്മം ചെയ്താൽ ഒരക്ഷരം മിണ്ടില്ല ഈ തല്ലിപ്പൊളിയെ പറ്റി. കാര്യം ഇന്ത്യ മുന്നണിയൊക്കെയാണ്. പക്ഷേ ഈ ചെറുക്കൻ വശപ്പശകാണെന്ന് പിണറായിക്കറിയാം. ഇവനെ വിറ്റ കാശ് പിണറായിയുടെ പോക്കറ്റിൽ കിടപ്പുണ്ട്. പിണറായി എന്നേ തുടങ്ങിയ പണിയായത്. അപ്പോൾ ഈ ചെറുക്കൻ ഈ കളിക്കുന്ന കളിയൊക്കെ പിണറായി സമയത്തോളം നിസ്സാരമാണ്. മദ്യനയ അഴിമതി കേസ് എന്ന് പറഞ്ഞ് ഇയാളുടെ കേജ്രിവാളിൻ്റെ പേരുള്ള കേസിൽ ഇൻവോൾവായിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 100 കോടി. പിന്നെ അടുത്ത ആരോപണം വന്നിരിക്കുന്നത് 346 കോടി പന്നുവിൻ്റെ ഖാലിസ്ഥാൻ്റെ കേസ്. ടോട്ടൽ 446 കോടി. ഒരു 500 കോടി എന്ന് വെച്ചോ. ഇതിലൊക്കെ കൂടുതൽ ഈ കാർന്നവരുണ്ടാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലായാണ്. നമ്മളെ പേടിപ്പിക്കാൻ പോകുന്നത്. അവൻ ഇത് വെച്ചിട്ട് അവൻ ജയിലിൽ പോയി. കാർന്നവരെ ഇന്ന് വരെ ചോദ്യം ചെയ്യാൻ പോലും വിളിപ്പിച്ചിട്ടില്ല. ലാവ്ലിൻ കേസാണ് 40 45 എണ്ണം പോലും മറന്നുപോയി. എന്തായാലും എന്താ ഈ ലാവ്ലിൻ കേസ്? എനിക്കിപ്പോഴും വെറുതെ മനുഷ്യൻ ലാവ്ലിൻ കേസെന്ന്. ലാവ്ലിൻ കേസിൽ വിധി പിണറായി വിജയൻ എതിരായി എന്ന് വെച്ചോ, എന്ത് സംഭവിക്കുമെന്നാണ്? കീഴ്ക്കോടതിയിൽ വിചാരണ തുടങ്ങാൻ പറയും. ഇത്രയല്ലേ ഉള്ളൂ. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. വഞ്ചിയൂർ കോടതിയിൽ വിചാരണ തുടങ്ങാനായിട്ട് സുപ്രീം കോടതി ഉത്തരവിടും. മുഖ്യമന്ത്രി പ്രതിയാണെന്ന് പറയാം. ആ മുഖ്യമന്ത്രി പ്രതിയാണെന്ന്. അതിപ്പോൾ പ്രതി അല്ലാത്തടത്തും പുള്ളിയെ പ്രതിയാക്കാറൊക്കെ ഉണ്ട്. ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാകുന്ന വലിയ കാര്യമൊന്നുമല്ല. ഞാൻ ഡെമോക്രസി പഠിക്കുന്ന അരണ്ടയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ ഉണ്ട്. ലോക്സഭാ മെമ്പർമാരിൽ 32% പേര് കേസിൽ പ്രതികളാണ്. ആയിക്കോട്ടെ, അത് കേസ് തന്നെയാണല്ലോ. ബലാത്സംഗ കേസൊന്നും അല്ലല്ലോ. ബട്ട് ബലാത്സംഗ കേസിലെ പ്രതികൾ ലോക്സഭയിൽ ഇരിപ്പുണ്ട്. ഭവനഭേദനം, കൊല, കൊള്ളിവയ്പ്, ആർസൺ, തീവയ്പ്, തട്ടിക്കൊണ്ടുപോകൽ, ഇതിലൊക്കെ കേസിൽ പ്രതി. ഇവർ കുറ്റക്കാരാണെന്നൊന്നും ഞാൻ പറയില്ല. കേസിൽ പ്രതികളായ ആശാന്മാരാണ് 30-32% ലോക്സഭയിൽ ഇരിക്കുന്നവർ, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി. എല്ലാവരും ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് ആർക്കും പരാതിയില്ല. ഞാൻ ഈ അനുഭവകഥ പറയാം. സാക്ഷി മഹാരാജ് ഉന്നാവ് എന്ന നിയോജകമണ്ഡലത്തിൽ നിന്ന് യു പിയിൽ കഴിഞ്ഞ 30 വർഷമായി ജയിച്ചു വരുന്ന ആളാണ്, BJP സ്ഥാനാർത്ഥി. ഈ സാക്ഷി മഹാരാജിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്ത് എറണാകുളത്ത് കൊണ്ടുവന്നൊരു യോഗത്തിൽ പുള്ളി കോൺട്രവേഴ്സിലായിരുന്നു. പുള്ളി ഇതാണ്, ഗോഡ്സെ രാജ്യസ്നേഹിയാണ് എന്ന് പറഞ്ഞു. നമ്പർ 2, ഹിന്ദു പെണ്ണുങ്ങൾ മിനിമം 4 പ്രസവിക്കണം എന്ന് പറഞ്ഞു. ഭയങ്കര കോൺട്രവേഴ്സി. ഞാൻ വിചാരിച്ചു ഈ ചേട്ടനെ തന്നെ ഇവിടെ കേരളത്തിലാണെങ്കിൽ വലിയ സൂക്കേട്, ഈ ചേട്ടനെ തന്നെ കൊണ്ടുവന്ന് ഞാൻ പ്രസംഗിപ്പിച്ചു. മാതൃഭൂമി പത്രത്തിന് പുള്ളി ഇൻ്റർവ്യൂവും കൊടുത്തു. ഒരു മനുഷ്യന് ഗട്ട്സ് ഉണ്ടായില്ല ആ മനുഷ്യനോട് കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഗോഡ്സെ അത് ഇതൊക്കെ. അതാണ് സാക്ഷി മഹാരാജ്. സാക്ഷി മഹാരാജിനെ പറ്റി ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ബലാത്സംഗ കേസ് 2, കൊലപാതകം 4, ബാക്കി ചില്ലറ ഭവന ഭേദനം, തീവെപ്പ്, കൊള്ളിവെപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് 10-17 കേസ് വേറെ. ഇത്രയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, സ്വാമി, അപ്പോൾ ഇദ്ദേഹം സന്യാസിയാണ്, അവിടെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ യോഗ്യതയായിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളതാണ്. സംസ്കൃതം അറിയാം, ഹിന്ദി അറിയാം. പുള്ളിയുടെ റിസർച്ച് ഭാഗവതം ഹിന്ദിയിൽ റിസർച്ച് ചെയ്ത് PhD എടുത്ത ആളാണ്.
17 കോളേജുകൾ, ആ കോളേജുകൾ ചേർത്ത് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കി അതിൻ്റെ വൈസ് ചാൻസലറാണ്. ഒരു സംശയം, ഇംഗ്ലീഷ് UGCയുടെ പെർമിഷൻ. ഇംഗ്ലീഷ് അറിയാത്തതാണോ അതോ ഉപയോഗിക്കാത്തതാണോ? പഠിക്കില്ല തീരുമാനിച്ചു മനഃപൂർവ്വം. കേരളത്തിൽ നോക്ക്, നാരായണഗുരുവിന് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു, പഠിക്കാൻ കഴിയില്ലായിട്ടാണ്. നാരായണഗുരു സംസ്കൃതം പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചില്ല. ചട്ടമ്പി സ്വാമി ഇംഗ്ലീഷ് പഠിച്ചു, പിന്നെയാണ് മനോന്മണിയും സുന്ദരം പിള്ളയോ അങ്ങനെ അടുത്താണ് ഇംഗ്ലീഷിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പോട്ടെ, അവരൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ KP നാരായണ പിഷാരടി, അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല. കുട്ടിക്കൃഷ്ണമാരാർ ഇംഗ്ലീഷ് അറിയില്ല. അതെയോ? കുട്ടിക്കൃഷ്ണമാർക്ക് ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. ശരി. പിന്നെ KP നാരായണ പിഷാരടിക്കും അറിയില്ല. KP നാരായണ പിഷാരടി എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ സാഹിത്യകാരന്മാരെല്ലാം നമ്മളുടെ വിഖ്യാത എഴുത്തുകാരനായ സക്കറിയ അടക്കം ഫോൺ ചെയ്ത് വാക്കുകളുടെ അർത്ഥം ചോദിക്കുകയും ഇത് പ്രയോഗിക്കാമോ, ഇത് പ്രയോഗിച്ചാൽ എന്താവും, വേറെ വല്ല അർത്ഥം വരുമോ ഒക്കെ ചോദിക്കുന്നത് KP നാരായണ പിഷാരടി അടുത്താണ്. അദ്ദേഹം മരിച്ചുപോയി. ബട്ട് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല. ഞാനിത് അനുഭവസ്ഥനാണ്. കാരണം KP നാരായണ പിഷാരടിയെ കാണണം, സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു യോഗത്തിൽ വെച്ചിട്ട് കർണാടകയിൽ നിന്നൊരു ഡോക്ടർ ഉപേന്ദ്ര ഷെണായി. ഉപേന്ദ്ര ഷെണയ്ക്ക് കന്നഡ അറിയാം, സംസ്കൃതം അറിയാം, ഇംഗ്ലീഷ് അറിയാം. KP നാരായണ പിഷാരടിക്ക് മലയാളവും സംസ്കൃതവും ആണ് അദ്ദേഹത്തിന് അറിയുന്നത്, ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. ഇവർ തമ്മിലെങ്ങനെ കൂട്ടിമുട്ടിക്കും എന്ന് എനിക്കറിയില്ല. ഏതായാലും ഷെണായി എന്നോട് പറഞ്ഞു, ടേക്ക് മീ ടു ഹിം, ഐ സംഹൗ വിൽ മാനേജ്, ഓർ യു ബി എ ട്രാൻസ്ലേറ്റർ എന്നൊക്കെ പറഞ്ഞു. ചെന്ന് കഴിഞ്ഞപ്പോൾ KP നാരായണ പിഷാരടി ശാന്തനായിട്ട് ചോദിച്ചു എന്നോട്, അദ്ദേഹത്തിന് സംസ്കൃതം അറിയാമോ? ഞാൻ പറഞ്ഞു അറിയാം. അപ്പോൾ പിന്നെ സംസ്കൃതത്തിൽ സംസാരിച്ചാൽ മതിയല്ലോ. ഇവർ സംസ്കൃതത്തിൽ സംസാരിച്ചു, ഞാൻ പൊട്ടനായി തർജ്ജമ ചെയ്യാൻ പോയിരുന്ന നമ്മൾ പരിപാടിയിലായി. എനിക്ക് മനസ്സിലായില്ല, അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. ഇതായിരുന്നു KP നാരായണ പിഷാരടി. അപ്പോൾ ഇതേ ക്വാളിറ്റി ഈ മനുഷ്യനുമുണ്ട്, സാക്ഷി മഹാരാജനുണ്ട്. അതൊരു ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ തലച്ചോറ് കറപ്റ്റായിട്ടില്ല എന്നാണ്. ചരിത്രം സത്യസന്ധമായിട്ട് അവർ പറയും, അത് പറയാനുള്ള ആർജവം, തൻ്റെ ഇടം ഒക്കെയുണ്ട്. ശരി, അപ്പോൾ നമ്മുടെ വിഷയം എന്തായിരുന്നു? വിഷയം മറന്നുപോയി. പിണറായി ജയിലിൽ പോകണമെന്നാണോ കേജ്രിവാൾ ഉദ്ദേശിക്കുന്നത്? അതിന് നമ്മൾ എങ്ങനെ ഈ സാക്ഷി മഹാരാജിലേക്ക് വന്നു? എവിടെ വെച്ചാണ് വന്നത്? എവിടെ വെച്ചോ ഒന്ന് തിരിച്ചു പോകാമല്ലോ നമുക്ക്. ശരി, തിരിച്ചു പോകാം നമുക്ക്. പലപ്പോഴും ഈ കഥ പറയുമ്പോഴേ ഞാനതിൽ അങ്ങനെ അങ്ങ് മുഴുകി. നല്ലതല്ല. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ തന്നെ വരുന്ന കമൻസ് നോക്കി, ഈ കളവനെ പിടിച്ചു അങ്ങനെയല്ല ഞാൻ ശക്തിയായി വിയോജിക്കുന്നു. കാരണം ഇടയ്ക്ക് ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ചില കമൻസ് കണ്ടു. TG പറഞ്ഞ പോലെ കമൻസ് തന്നെയാണ്. അതായത് ഈ സിവിൽ സർവീസിനൊക്കെ തയ്യാറാവുന്ന ചില ആളുകൾക്ക് ഉപയോഗപ്രദമായ ധാരാളം ഇൻപുട്സ് TGയുടെ ഇത്തരം നമ്മുടെ ടോക്സിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് സ്ഥിരമായി കാണുന്നു എന്ന് പറയുന്ന ഒരു 4-5 കമൻസ് ഞാൻ പലപ്പോഴും പലരുടേതായി കണ്ടിട്ടുണ്ട്. ശരി, എന്ത് വാങ്ങിക്കോട്ടെ, ഇനിയിപ്പോൾ അതിലൊരു തർക്കം വേണ്ടല്ലോ. നമ്മൾ തുടങ്ങിയത് ഈ ക്രിമിനൽ കേസിൽപ്പെട്ട രാഷ്ട്രീയക്കാർ. അപ്പോൾ ഈ സാക്ഷി മഹാരാജിൻ്റെ പേരിലും ഇതുപോലത്തെ ക്രിമിനൽ കേസ്, ബലാത്സംഗമൊക്കെ. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ? പുള്ളി പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്? അധികാരം മുലായം സിംഗ് യാദവിൻ്റെ കീഴിൽ ഒരു പെങ്കൊച്ചിനെ കൊണ്ടൊരു പരാതി എഴുതി മേടിക്കുന്നു, ഈ മനുഷ്യൻ എന്നെ ബലാത്സംഗം ചെയ്തു, ഇന്ന സ്ഥലത്ത് വെച്ചാണ്. FIR ആയി, കേസായി. ഞാൻ ബലാത്സംഗ കേസിൽ പ്രതിയാണ്. കേസ് മുന്നോട്ട് പോകുന്നുമില്ല, അന്വേഷണമില്ല, തേങ്ങയില്ല, ഒന്നുമില്ല. ഒരു FIR ഇട്ടു. അതോടെ എനിക്ക് ആ പേരായി. ഇങ്ങനെ 2 തവണ മുലായം സിംഗ് അത് ചെയ്യിച്ചു. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? കൊലപാതകം, ഒരു കൊല നടന്നു, സംഗതി ശരിയാണ്. അതിൽ ഈ സാക്ഷി മഹാരാജുമായിട്ട് ഗൂഢാലോചന നടത്തിയിരുന്നു, 28-ാം തീയതി ഇയാൾ അവിടെ പോയിരുന്നു, മറ്റേതാണെന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഞാൻ പ്രതിയായി. എന്നെ ചോദ്യം ചെയ്തിട്ടില്ല, വിളിപ്പിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ പ്രതിയാണ്. അപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഡിക്ലെയർ ചെയ്യണ്ടേ? എൻ്റെ പേരിൽ ഇത്ര FIR ഉണ്ടെന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുക. അതാണ് മോഹൻദാസ് കണ്ടിട്ട് അന്തം വിട്ടിട്ട്, സ്വാമി ഇതെന്താണെന്ന് ചോദിച്ചാൽ അത്രയുണ്ട് കേസ്, ഞാൻ എന്ത് ചെയ്യും? പക്ഷേ ഇത് എന്ത് വാങ്ങിക്കോട്ടെ, ഇതുപോലെയുള്ള ഫോൾസ് ആവാം, എന്താവാം. ഒരു പൊളിറ്റീഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു FIR വലിയ കാര്യമല്ല, ഒരു കേസും വലിയ കാര്യമല്ല. അതും അതിലപ്പുറമൊക്കെ കണ്ട് ചാടിക്കടന്ന KK ജോസഫാണ് പിണറായി വിജയൻ. ഇത്രേ പുള്ളിക്ക് സംഭവിക്കാൻ. ഈ പിണറായി വിജയനെ കൂട്ടുപിടിക്കാനായിട്ട് ഡെസ്പറേറ്റ്ലി കേജ്രിവാൾ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതാണ് മമത ചേച്ചി ഓടിവാ, പിണറായി വിജയൻ ചേട്ടാ എൻ്റെ പേരൊന്നും പറ, ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ നോക്കാൻ ആരുമില്ല. കാരണം ഇവനെ നമ്മുടെ അഖിലേഷ് യാദവ് ഒന്ന് അവിടെ പത്രസമ്മേളനത്തിന് വിളിച്ചു. അപ്പോൾ തന്നെ ആ കൂടെ കുഴപ്പമായി. അപ്പോൾ അഖിലേഷ് യാദവിന് മനസ്സിലായി ഇത് മുതലാകില്ല, ഇതൊരു ബാധ്യതയാണ്. അസറ്റല്ല കേജ്രിവാൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക്, അയാൾ ബാധ്യതയാണ്. ഈ സ്വാതി മലിവാൾ കേസ് വന്നതോടെ
അയാൾ തിരിഞ്ഞു കളിച്ചില്ല. ഈ സാധാരണഗതിയിൽ ഈ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാതി മലിവാളിൻ്റെ കൂടെയാണ് ആൾ കൂടേണ്ടത്. ഇതിപ്പോൾ തല്ലിയവൻ്റെ കൂടെയാണ് ആൾക്കാർ. നമ്മുടെ ഇൻക്ലൂഡിങ് നമ്മുടെ വട്ടപ്പൊട്ട് ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളൊക്കെ ഇല്ലേ, ഇവരാരും സ്വാതി മലിൻ്റെ കൂടെയല്ല, ഈ തല്ലിയ വിഭവ് കുമാറിൻ്റെ കൂടെയാണ്. അല്ലെങ്കിൽ ആനിരാജയൊക്കെ വെച്ച് പൊറുപ്പിക്കുമോ എൻ്റെ സുനിലിൻ്റെ വീടിന് തീയിടും അവർ. എൻ്റെ വീട് പോട്ടെ, അത് പണ്ടേ പോയി. സുനിലിൻ്റെ വീടിന് തീയിടും സ്വാതി മലിവാളിനെ തല്ലിയതിന്. അപ്പോൾ ഇപ്പോൾ അവർക്കെല്ലാം പ്രിയപ്പെട്ടവൻ വിഭവ് കുമാറാണ്. കാരണം കേജ്രിവാളിൻ്റെ ആളാണ്. എന്ത് ഹീനകൃത്യത്തിനും ഈ തല്ലിപ്പുളുകൾ മുഴുവൻ കൂട്ടുനിൽക്കും. ഇവർക്കൊന്നും ഒരു സ്ത്രീ സ്വാതന്ത്ര്യമോ സ്ത്രീയുടെ പ്രശ്നമോ ഒന്നുമല്ല, അധികാരമാണ് പ്രശ്നം. നിർഭയയുടെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞു, ഞാൻ കേട്ടില്ല അത്. അവർ പറഞ്ഞത് ഈ എൻ്റെ മകളുടെ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് ശബ്ദിച്ച ആളാണ് കെജ്രിവാൾ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ, അദ്ദേഹത്തിൻ്റെ ആൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു സ്ത്രീയെ അപമാനിച്ചു എന്നുള്ളത് വലിയ ഞെട്ടലോടെയാണ് ഞാൻ കേൾക്കുന്നതാണ് എന്നാണ് അവർ പറഞ്ഞത്. കേജ്രിവാൾ ദാർശനികനാണ്. പുള്ളി പറഞ്ഞു, എല്ലാ സംഭവങ്ങൾക്കും രണ്ട് വശമുണ്ടാകും. നമ്മൾ ഒരു സംഭവത്തെ ഒരു വശത്ത് നിന്ന് മാത്രം കാണരുത്, മറുവശം കാണണം. ഏതാ ഈ മറുവശം? സ്വാതി മലിവാളിനെ തല്ലിയില്ല എന്നൊരു മറുവശമുണ്ട്. എനിക്കറിയാൻ വയ്യ. ദാർശനിക ഭാഗത്തിലാണ് പുള്ളി. ഇങ്ങനെ താടിയൊക്കെ ചൊറിഞ്ഞ് ഇങ്ങനെ മടക്കിയൊക്കെ ചങ്ങമ്പുഴയുടെ ഒക്കെ ഇരിപ്പുണ്ട്. അത് പക്ഷേ ഇയാളുടെ പോക്കരുത്തരാണ്. ഒരു സ്ത്രീയെ ഇതിലിട്ട് തല്ലി തൊഴിച്ച് നാശമാക്കി നമ്മൾ കണ്ടതല്ലേ, ആടിതാമിക്ക് തൊഴിക്കുന്ന വീഡിയോ. ഇനിയിപ്പം ന്യായം പറഞ്ഞുകൊണ്ട്. പക്ഷേ അതിനകത്ത് ഒരു സംശയമുണ്ട് രുചി. ഇയാളുടെ അടുത്ത ആളാണല്ലോ ഈ സഞ്ജയ് സിംഗ്. സഞ്ജയ് സിംഗ് അഡ്മിറ്റ് ചെയ്തു, ഇതിനെ അപലപിച്ചു, വീട്ടിൽ പോയി കണ്ടു. എന്നിട്ട് പിന്നെ ഈ പെട്ടെന്നൊരു മലക്കം പറിച്ചിൽ വന്നതാണ്. എൻ്റെ സുനിലെ, ഞാൻ സത്യാവസ്ഥ പറയാം. സഞ്ജയ് സിംഗ്, രാഘവ് ഛദ്ദ, സ്വാതി മലിവാൾ, ഈ 3 പേരാണ് രാജ്യസഭ MP-മാർ. ഈ കേജ്രിവാളിൻ്റെ കേസ് ഫൈറ്റ് ചെയ്യുന്നത് അഭിഷേക് മനു സിംഗ്വി. സിംഗ്വിക്ക് ഒരു രാജ്യസഭാ സീറ്റ് അങ്ങേര് ഡിമാൻഡ് ചെയ്തോ അതോ കേജ്രിവാൾ കൊടുക്കാമെന്ന് പറഞ്ഞോ? കാരണം സിംഗ്വിക്ക് ഇപ്പോൾ കാശൊന്നും വലിയ പ്രശ്നമല്ല, ഇത് കിട്ടാൻ സ്ഥാനം വേണം. സിംഗ്വി ഹിമാചൽ പ്രദേശിൽ ഇത് പയറ്റി നോക്കി, കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തോറ്റുപോയി. അപ്രതീക്ഷിതമായ തോൽവിയായിരുന്നു. അതോടെ സിംഗ്വിക്ക് ആശയായി ഒരു രാജ്യസഭാ സീറ്റ് കിട്ടണമെങ്കിൽ ഈ 3 പേരിൽ ആരെങ്കിലും രാജിവെക്കണം. സ്വാതി മലിവാൾ ഈ സംഭവം നടക്കുമ്പോൾ USA-യിലാണ്. ഈ കേജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാണ് സ്വാതി മലിവാൾ വരുന്നത്. രാഘവ് ഛഡ്ഡ അതിലും ബുദ്ധിമാൻ. അയാൾ ഇംഗ്ലണ്ടിലായിരുന്നു. അയാൾ പറഞ്ഞു, എൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷനാണ്, മോസ്റ്റ് സോഫിസ്റ്റിക്കേഷൻ. അതിൻ്റെ ഒരു പേരുമൊക്കെ പറഞ്ഞു, സ്റ്റെപ്റ്റോസിക്കോമീനിയ എന്നൊക്കെ പറഞ്ഞ് നീണ്ട ഒരു സാധനം. 2 മാസം നീണ്ടു നിൽക്കുന്ന ഓപ്പറേഷൻ കണ്ടിട്ടുണ്ടോ? 2 മാസം ഹോസ്പിറ്റലായിരുന്നു പുള്ളി. കണ്ടിന്യൂസ് ഓപ്പറേഷൻ, കണ്ണോപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് രാഘവ് ഛഡ്ഡ ഒരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് വന്നിറങ്ങി കഴിഞ്ഞ ആഴ്ച. ഇപ്പോൾ രാഘവ് ഛഡ്ഡയോടും മിണ്ടാൻ പാടില്ല, കാരണം അയാൾ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. ഇവർ ഇടപാടുകൾ മുഴുവൻ സുതാര്യമായിട്ട് നടത്തിയത് കൊണ്ട് ബിറ്റ്കോയിൻ, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഏതായാലും ഒരു നോൺ കറൻസി ഏർപ്പാടാണല്ലോ ഈ ബിറ്റ്കോയിൻ. കറൻസിക്ക് പകരം ഒരു പാരലൽ കറൻസിയാണ്. ബിറ്റ്കോയിൻ വഴിക്കാണ് ഈ ഇടപാട് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഈ 3 പേരുടെ കയ്യിലുമുണ്ട്. രാഘവ് ഛഡ്ഡയുടെ കയ്യിലുണ്ട്, സ്വാതി മലിവാളിൻ്റെ കയ്യിലുണ്ട്, സഞ്ജയ് സിംഗിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സ്വാതി മലിവാളാണ് ഇതിനകത്തെ സോഫ്റ്റ് ടാർഗറ്റ്, സ്ത്രീയുമാണ്. ഇവരോട് പറയുന്നു, നിങ്ങൾ രാജിവെക്കണം. പുറത്താക്കിയാൽ രാജ്യസഭാ സ്ഥാനം പോവില്ല, രാജിവെച്ചാലേ പോവുള്ളൂ. അപ്പോൾ രാജിവെപ്പിക്കുക ഈ സ്ത്രീയെ കൊണ്ട് എങ്ങനെയെങ്കിലും. അവർ പറഞ്ഞു, ഞാൻ രാജിവെക്കാം, പക്ഷേ എനിക്ക് എൻ്റെ വീതം കിട്ടണം, കാശ് കിട്ടണം. അപ്പോൾ അത് കാശ്, അങ്ങനെ ഏത് കാശ് എന്നൊന്നും പറയരുത്. കാശ് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിലും ഈ ഡീലിങ്സ് എന്താ നടന്നതെന്ന് എനിക്കറിയാം, ഞാനത് വിളിച്ച് പറയും. അങ്ങനെ 1-2 പറഞ്ഞ് പക്ഷേ കൊടുക്കടാവിനിട്ട് അവൾ വലിയ ആൾ കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം അകത്തുനിന്ന് ഉത്തരവിടുന്നു. തൊട്ട് പുറത്ത് ഈ സ്ത്രീയെ തല്ലുന്നു. ഇങ്ങനെയാണ് സ്വാതി മലിവാളിന് തല്ല് കിട്ടിയത്. അവരെ ജമ്മൻ ചെയ്താൽ രാജിവെക്കില്ല എന്ന് അവർ തീരുമാനിച്ചു. സഞ്ജയ് സിംഗ് അതിലും ബുദ്ധിമാനാണ്. മറ്റെല്ലാവരും മിണ്ടാതിരുന്നപ്പോൾ സഞ്ജയ് സിംഗ് ഒരു പത്രസമ്മേളനം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് വളരെ സീരിയസ് കേസാണ്, വിഭവിൻ്റെ കാര്യം വളരെ ഗൗരവമായിട്ട് മുഖ്യമന്ത്രി എടുക്കും, മുഖ്യമന്ത്രി കർശനമായ നടപടിയെടുക്കും. ആര്? അങ്ങേരെടുക്കുമെന്ന് ഞാൻ ഒന്നുമില്ല. 1 മണിക്കൂർ 18 മിനിറ്റ് ചോദ്യത്തിൻ്റെ ഒന്നുമില്ല. 1 മണിക്കൂർ 18 മിനിറ്റ് സഞ്ജയ് സിംഗ് സംസാരിക്കുന്നു, എണീറ്റ് പോകും. നൈസായിട്ടൊരു പണി കൊടുത്തതല്ലേ? പണി കൊടുത്തതാണ്. അപ്പോൾ കേജ്രിവാൾ പതറിപ്പോയി.
മഹാഭാവി അവൻ അപ്പം എന്നാൽ കുറ്റം പറയാനും പറ്റുമോ? അതെ അതെ. ഒരു സ്ത്രീയെ അടിച്ചതിന് മുഖ്യമന്ത്രി നടപടി എടുക്കുമെന്ന് പറയുന്നത് മോശമാണ്. അതെ അതെ. അല്ല, നല്ലതാണ് പറഞ്ഞിരിക്കുന്നത്. സഞ്ജയ് സിംഗ് കൊടുത്ത വാണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തുടരുത്, ഞാൻ രാജിവെക്കുന്ന പ്രശ്നമില്ല. രാഘവ് ചഡ്ഡയുടെ കയ്യിൽ മുഴുവൻ ഡോക്യുമെൻ്റ് അടക്കം സാധനങ്ങൾ രാഘവ് ചഡ്ഡയിൽ ആണല്ലോ. സുപ്രീം കോടതിയിൽ ഇവർ ED വാട്സാപ്പ് ചാറ്റ് സബ്മിറ്റ് ചെയ്തു. ഈ ഏർപ്പാടുകളൊക്കെ നടന്നിരിക്കുന്നത് ഇതിലാണ്, ബിറ്റ് കോയിനിലാണ്. അതുകൊണ്ടാണ് കേജ്രിവാൾ ധൈര്യമായിട്ട് പറയുന്നത് 5 पैसा नहीं मिला, 100 करोड़ का घोटाला बोल रहे हैं, अरे 100 रुपया तक नहीं मिला, कुछ रिकवरी नहीं हुई. എടാ, ഇത് റിക്കവറി ഉണ്ടാവില്ല. ഈ ബിറ്റ് കോയിൻ എങ്ങനെയാണ് റിക്കവർ ചെയ്യുന്നത്? അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ, സങ്കല്പമാണ്, ആകാശത്തുള്ള കളിയല്ലേ. അപ്പോൾ ഇത് ഇടിക്ക് നന്നായിട്ടറിയാം. ഈ വാഴയൊക്കെ പുറത്തടിച്ചോണ്ട് 5 പൈസ എൻ്റെ 5 പൈസ കിട്ടില്ല. ഞാൻ കേരളത്തിൽ പിണറായി വിജയൻ്റെ ക്ലിഫ് ഹൗസ് റെയ്ഡ് ചെയ്ത് നോക്കി, വല്ല പച്ചക്കറി മേടിക്കാൻ വെച്ചാൽ 10-20 രൂപ കാണും. അത് കാശൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ ആരും കാശ് കയ്യിൽ വെച്ച് നമ്മൾ സുനിലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു തോറ്റു. നമ്മൾ ദരിദ്രവാസികളാണ്. പോക്കറ്റിൽ 50 രൂപ 100 രൂപയൊക്കെ ക്യാഷൊക്കെ ഇട്ടുകൊണ്ടാണെന്ന് പോയി ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഈ 100 രൂപയൊന്നും പിണറായി വിജയൻ്റെ പോക്കറ്റിൽ കാണില്ല. ഹാവ് യു എവർ സീൻ ഇൻ വിത്ത് കറൻസി ഇൻ ഹിസ് പോക്കറ്റ്? പണ്ടൊക്കെ രാഷ്ട്രീയക്കാരൻ്റെ പോക്കറ്റ് ഈ ചിട്ടിക്കാരൻ്റെ പോക്കറ്റ് പോലെ വീർത്തിരിക്കുമായിരുന്നു. നായനാരുടെ ഒക്കെ ഈ പേപ്പർ കട്ടിങ് എടുത്ത് വയ്ക്കും. എന്നിട്ട് പുള്ളി പ്രസംഗിക്കുമ്പോൾ ഓരോ പേപ്പർ കട്ടിങ് ആയിട്ട് ഇതെന്താ ഇത്, മാധ്യമം മണ്ണാങ്കട്ട എന്ന് പറഞ്ഞിട്ടൊക്കെ പ്രസംഗിക്കും. ഞാൻ കേട്ടിട്ടുണ്ട്. പേപ്പർ കട്ട് അങ്ങനെ വലിയ പോക്കറ്റൊക്കെ ആയിരുന്നു. ഇപ്പം ഒന്നുമില്ല. നോക്കിക്കോ, രാഷ്ട്രീയക്കാരുടെ പോക്കറ്റൊക്കെ ഒട്ടിക്കിടക്കും ഷർട്ടുമായിട്ട്. ദേ ഡോണ്ട് കീപ് മണി, ദേ ഡോണ്ട് ടച്ച് മണി, എവറിത്തിങ് ഈസ് ഡൺ ത്രൂ സം അറേഞ്ച്മെൻറ്റ്സ്. ഇതൊക്കെയാണ് സംഗതിയൊക്കെ മാറിപ്പോയി. ഇത് നമ്മളറിയുന്നില്ല. എല്ലാം ഡിജിറ്റലായി. നമുക്ക് ഇതൊക്കെ വലിയ വലിയ കാര്യമാണെന്ന് തോന്നുന്നു. അവർക്ക് നിസ്സാര തുകയാണ്. ഇതുപോലെ നിസ്സാരമായ ഒരു ക്രിമിനൽ കേസാണ് വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ ലാവ്ലിൻ കേസ്. അത് വിജയന് എതിരായിട്ട് വന്നാലും അനുകൂലമായിട്ട് വന്നാലും ഒരു കുഴപ്പമില്ല. ഇപ്പോൾ എതിരായിട്ട് വിധിച്ചു എന്ന് വെച്ചോ, വിചാർ മുഖ്യമന്ത്രി രാജിവെക്കണം. എന്തിന്? ജയിലിൽ പോയിട്ട് രാജിവെച്ചിട്ടില്ല. അപ്പോഴാണ് ഈ അങ്ങനെ ഒരു വകുപ്പേ ഇല്ലെന്നേ. ഭരണഘടന അനുസരിച്ച് നിങ്ങളുടെ പേരിലൊരു FIR ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വിചാരണ നേടുന്നു, ഇതിനൊന്നും രാജിവെക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ലോക്സഭയിൽ ആളുണ്ടാവില്ല നിങ്ങൾക്ക്. ഇപ്പോൾ സുപ്രീം കോടതിയിലല്ലേ മോദിക്കെതിരെ കേസ് നടന്നുകൊണ്ടിരുന്നത് പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ. മോദി വലിയ ഗൂഢാലോചന നടത്തി ഗുജറാത്ത് മുഴുവൻ തീയിട്ടു എന്നൊക്കെ പറഞ്ഞാണ് കേസ്. മോഡി പേരിൽ FIR ഇല്ല, പക്ഷേ FIR ഇടിയിക്കണം എന്ന് പറഞ്ഞ് കേസ്. അവസാനം എങ്ങും ഇല്ലാതെ പോയി. അപ്പോൾ ഇതൊക്കെ ഈ കേസുകൾ സംഗതികളൊക്കെ പൊളിറ്റീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വാഭാവിക സാധനമാണ്. കെജ്രിവാൾ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അറ്റൻഷനല്ല, ഹെൽപ്പാണ്. അറ്റൻഷനല്ല. മോദിയുടെയും അറ്റൻഷൻ മീഡിയ അവന് കൊടുക്കുന്നുണ്ട്. ബട്ട് അവൻ്റെ ബോസസ്, അവന് ഈ അവാർഡൊക്കെ കൊടുത്ത ആൾക്കാരുണ്ടല്ലോ, ഈ മാക്സസേയും മണ്ണാങ്കട്ടയൊക്കെ കൊടുത്ത ആൾക്കാർ അവനോട് ചോദിക്കുന്നു, എടാ നിന്നെ ഞങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ലിഫ്റ്റ് ചെയ്ത് എന്നിട്ടും ഗുണം പിടിക്കുന്നില്ല, നീ അവിടെ അടിപിടി ഉണ്ടാക്കി കച്ചറ ഉണ്ടാക്കി നടക്കുന്നു, ഞങ്ങൾക്ക് തന്നെ നാണക്കേടായി. ദിസ് ക്വസ്റ്റ്യൻ ഫ്രം സോറോസ്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, ഇവൻ്റെ ബോസസ് എൽസ്വെയർ, അവർ ചോദിക്കും. 10 പേര് നിൻ്റെ കൂടെ പോലും ഇല്ല. നീ BJP ആഫീസിലേക്ക് ജാഥ നയിച്ചു, നീ ഉണ്ട്, ആ പെങ്കൊച്ചുണ്ടല്ലോ അതിഷി മർലേന, 2 പേര്. വേറെ നേതാക്കന്മാരെവിടെ പോയി? MLA-മാരെവിടെ പോയി? ശരിയാണല്ലോ, മന്ത്രിമാരും MLA-മാരും ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു 1-2 MLA-മാർ ആരാണ്ട് ഉണ്ടായി, ബാക്കി ആരും ഒന്നും മിണ്ടുന്നില്ല. പോട്ടെ, പഞ്ചാബ് മുഖ്യമന്ത്രി മാൻ, അദ്ദേഹം വലിയ ഉസ്താദായിരുന്നല്ലേ, എവിടെ ഇപ്പോൾ കാണുന്നുണ്ടോ? വന്ന ദിവസമൊക്കെ ഉണ്ടായിരുന്നു. വന്ന ദിവസം ഈ മലിവാൾ സംഭവം നടന്നതിന് ശേഷം ആ മനുഷ്യൻ മിണ്ടിയിട്ടില്ല, ഡൽഹിയിലേക്കും വന്നിട്ടില്ല, തിരിച്ചുപോയി. ഹി വെന്റ് ബാക്ക് ടു പഞ്ചാബ്. കാരണം ഇത് മുതലാവുന്ന കളിയല്ല എന്ന് മനസ്സിലായി. സാധ്യത ചോദിക്കട്ടെ, ആപ്പ് പിളരുമോ 4-ാം തീയതി കഴിഞ്ഞ്? പിളരാനും സാധ്യതയുണ്ട്. കാരണം ഇത്രയും ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മുതലാവില്ല എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വേറെ പാർട്ടിയിൽ ജോയിൻ ചെയ്യുകയോ ഒക്കെ ചെയ്തു. ചൂലിൻ്റെ കെട്ടഴിയും, അഴിയുമായിരിക്കാം. പക്ഷേ ഇതുവരെ അവർ പിടിച്ച് നിൽക്കുന്നുണ്ടല്ല ഈ കൺഫ്യൂഷനൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നിൽക്കുന്ന നിപ്പായിരിക്കാം, അത് കഴിയുമ്പോൾ പൊടിഞ്ഞു പോയി എന്ന് വരാം, പലതും സംഭവിച്ചെന്ന് വരാം. ഏതായാലും
ഡേഞ്ചറസ് പീപ്പിൾ ആർ ഗോയിങ് ടു ബി 1 രാഘവ് ചഡ്ഡ, നമ്പർ 2 ഈ വിഭവ് കുമാർ. വിഭവ് കുമാറിനും ഈ ഡീറ്റെയിൽസ് മുഴുവൻ അറിയാം. അയാൾ ആൾട്ടർ ഈഗോയാണ് അരവിന്ദ് കെജ്രിവാൾ. തള്ളാൻ പറ്റില്ല. അതോട് അയാൾ അഴിമതി കേസിൽപ്പെട്ട് അയാളുടെ PA സ്ഥാനം തെറിച്ചു. ഇപ്പോൾ അയാൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒഫീഷ്യൽ PA അല്ല, പേഴ്സണൽ PA നിഴലായിട്ട് കൂടെ കൊണ്ടുവന്ന് ലക്നൗവിൽ ഇയാളുമായിട്ട് നമ്മുടെ അഖിലേഷ് യാദവുമായിട്ടുള്ള പത്രസമ്മേളനത്തിൽ അതിന് പോയപ്പോൾ അവിടെയും വിഭവ് കുമാർ കൂടെ ഉണ്ടായിരുന്നു. ഫോട്ടോയിൽ വരാതിരിക്കാനായിട്ട് വിഭവ് കുമാർ ഇച്ചിരി മുന്നോട്ട് നടന്നു. കേജ്രിവാൾ പുറകിലാണ് എയർപോർട്ടിൽ. എല്ലാ ക്യാമറകളും കൂടെ വിഭവ് കുമാറിൻ്റെ ഫോട്ടോ എടുത്തു. കേജ്രിവാൾ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, ഇവൻ വേണം. അങ്ങനെയാണ് കേജ്രിവാൾ കുടുങ്ങിയത്. ഇത്രയൊക്കെ പ്രശ്നമായിട്ട് പിന്നെ ഇവനെ കൂടെ കൊണ്ട് നടക്കുന്നത് എന്തിന്? അതൊരു ചോദ്യമാണ്. അതൊരു ചോദ്യം. കാരണം അവന് ഈ രഹസ്യങ്ങൾ മുഴുവൻ അറിയാം. അതുകൊണ്ടാണ് അവനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. രാഘവ് ചഡ്ഡയെ ഉപേക്ഷിക്കാൻ പറ്റില്ല. രാഘവ് ചഡ്ഡ സൈലൻറ്റ്. രാഘവ് ചഡ്ഡ പത്രസമ്മേളനത്തിൽ നല്ല ഒന്നാന്തര ഇംഗ്ലീഷിൽ അടിക്കുന്ന മനുഷ്യനാണ് രാഘവ് ചഡ്ഡ. ചെറുപ്പക്കാരനാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അയാളുടെ വാക്സാമർത്ഥ്യങ്ങളുണ്ട്. അവിടെ അക്ഷരം മിണ്ടുന്നില്ല. പിന്നെ സംസാരിക്കേണ്ട ആൾ സ്വാതി മലിവാളാണ്. സ്വാതി മലിവാൾ അപ്പുറത്ത് പോയിപ്പോയി. ഇപ്പോൾ സ്വാതി മിടുക്കിയാണ് ആർഗ്യുമെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യാനൊക്കെ. സോ കേജ്രിവാൾ ലോസ്റ്റ് ഹിസ് സപ്പോർട്ട്. ഈ ഡെസ്പറേറ്റ്ലി ഇൻ സീക്കിംഗ് സപ്പോർട്ട്. പിണറായി വിജയൻ, മമതാ ബാനർജി ഓടിവായോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണ് കേട്ട ഭാവമില്ല. മനസ്സിലായില്ല എന്നുള്ള മട്ടിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത്. കേജ്രിവാൾ പതുക്കെ ഒരു എടുക്കാച്ചിറക്കായി. വലിയ പ്രയാസത്തിലായി കേജ്രിവാൾ. അയാൾ ഒരു ക്രൂക്കാണ് എന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇന്ത്യ മുന്നണിയില്ല മറ്റുള്ളവർക്കും മനസ്സിലായി. അതുകൊണ്ട് ആരും തൊടാത്ത, ആരും അയാളെ ജസ്റ്റിഫൈ ചെയ്യാനോ ഒന്നിനും വരുന്നില്ലല്ലോ. ദേ ഡോണ്ട് കെയർ. ഡൽഹിയിലൊന്നും കിട്ടിയില്ലെങ്കിൽ അതോടെ കഥ കഴിയുകയും ചെയ്യും. അത് ഇല്ല, കഥയൊന്നും കഴിയില്ല. അയാൾക്ക് നല്ല ഗ്രൗണ്ട് സപ്പോർട്ടുണ്ട്. ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ സൗജന്യങ്ങൾ മാത്രമല്ല, ഈ സിവിക് കമ്മ്യൂണിറ്റീസ് ജനങ്ങളുടെ വലിയൊരു പ്രശ്നമാണ്. അതിന് പരിഹാരം ഉണ്ടാക്കുന്നവരെ ജനങ്ങൾ ഇഷ്ടപ്പെടും. ഇപ്പോൾ ഈ ഇൻഡിവിജ്വൽ MLA-മാരുണ്ടല്ലോ ആപ്പിൻ്റെ, അവരിതൊക്കെ ചെയ്തുകൊണ്ടാണ് ഇത്രയധികം. അല്ലെങ്കിൽ ഈ 2-3 തവണ അധികാരത്തിൽ വരും. ഇതൊന്നും സാധ്യമല്ല. വെറും പണത്തിൻ്റെയും നരേറ്റീവിൻ്റെയും കൊഴുപ്പിലൊന്നും സാധ്യമല്ല. സിവിക് കമ്മ്യൂണിറ്റീസ് അവർ കുറേ അധികം ആ രംഗത്ത് അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ആം ആദ്മി പാർട്ടി ഐഡിയോളജി ഇല്ലാതെയും പൊളിറ്റിക്സ് കളിക്കാം എന്ന് തെളിയിച്ച പാർട്ടിയാണ്. അവർക്കൊരു ഐഡിയോളജി ഒന്നുമില്ല. സോഷ്യലിസം, ഹിന്ദുത്വം ഒന്നുമില്ല. അവരുടെ ഈ പ്രോമിസസാണ്. ഞാൻ ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് തരുമോ, കുറച്ച് ചാർജ് ചെയ്യും, വെള്ളം, ഓട വൃത്തിയാക്കും, മൊഹല്ല ക്ലിനിക്ക്, അത് ഇത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ മാത്രം കൈകാര്യം ചെയ്ത് ഒരു പാർട്ടിക്ക് അധികാരം പിടിക്കാം. ഈ ഫോർമുല മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് നോക്കൂ, ബേസിക്കായിട്ട് മോദി ചെയ്തത് എന്താ? ഈ ബേസിക് കമ്മ്യൂണിറ്റീസ്, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ടോയ്ലറ്റ്, വെള്ളം, ജൽ ജീവൻ മിഷൻ, വെള്ളം, വീട്, ഇത് പിന്നെ മറ്റേ ജനൌഷധിയോ അങ്ങനെ ഒരു ഏർപ്പാടില്ലേ, മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് ഇത് ചെയ്തു. ജൻധൻ അക്കൗണ്ട്, ബ്യൂറോക്രസി ഇടയ്ക്ക് നിന്ന് നക്കാതെ നേരിട്ട് അക്കൗണ്ടിലേക്ക് കാശ്. ബാങ്കുകളോട് പറഞ്ഞു 0 ബാലൻസ് അക്കൗണ്ട് തുടങ്ങും. സാർ അതെങ്ങനെ തുടങ്ങടാ, മര്യാദയ്ക്ക് എന്താ ബാലൻസിൽ കാശ് വേണമെന്ന് എനിക്ക് നിർബന്ധം എന്താ? കാശ് ഞാനിട്ടോളാം. അവൻ ദരിദ്രവാസിയാണ് സാറേ, അവൻ്റെ 5 പൈസയില്ല. ഇവിടെ കാശ് എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ ഇട്ടോളാം, നീ അക്കൗണ്ട് തുറന്ന്. എന്നിട്ട് ഡയറക്റ്റായിട്ട് പൈസ മോദി അതിലേക്ക് ഇട്ടു. ഇതെല്ലാം ജനങ്ങൾക്ക് ബേസിക് കമ്മ്യൂണിറ്റീസാണ് ചെയ്തു കൊടുത്തത്. ബാക്കി ഇപ്പോൾ ഈ നടക്കുന്നതൊക്കെ തിരഞ്ഞെടുപ്പ് പ്രസംഗം, അത് അതിൻ്റെ ഒരു ഓളം വേറെയാണ്. തിരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള ഓളം ഉണ്ടാക്കാനും ഓളം ഉണ്ടാകാനും ഓളം ഇല്ലാതെയാകാനും ഒക്കെ ആയിട്ട് പലവിധ ടെക്നിക്കുകൾ ഉപയോഗിക്കും, എല്ലാ രാഷ്ട്രീയക്കാരും ഉപയോഗിക്കും. ബട്ട് ബേസിക് കാര്യങ്ങൾ ഇത് മനസ്സിലാക്കി മോദി ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഡൽഹി സംസ്ഥാനത്ത് BJP-യെ കേജ്രിവാൾ കടത്തിവെട്ടി. അതുകൊണ്ടാണ് 2 തവണ അധികാരത്തിൽ വന്നത്. സോ അയാളുടെ MLA-മാർ ജനങ്ങളുമായിട്ട് അവർക്കുള്ള കണക്റ്റ് നിലനിൽക്കും. ഇയാൾ പേഴ്സണലി ചീത്തയായിട്ട് പോകും. ഇയാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നേതാവ് ആരാണെന്നുള്ളതിനെ ചൊല്ലി വലിയ വഴക്കം നടക്കും. കാരണം ഇവരൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ പോലും ഉണ്ടല്ലോ, ഇവരൊക്കെ ഒരുമാതിരി ഒരു കോളേജ് പിള്ളേരുടെ സ്വഭാവത്തിൽ നിൽക്കുന്ന കക്ഷികളാണ്, അലമ്പൂസന്മാരാണ്, ആക്ടിവിസ്റ്റുകളാണല്ലോ. ആക്ടിവിസ്റ്റ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക, വഴക്കുണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സാണ്. സോ അതുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ചിലപ്പോൾ ഭാവി തന്നെ നഷ്ടപ്പെടും. ഇതില്ലെങ്കിൽ സുപ്രീം കോടതി ഇവരെ സഹായിക്കണം മനസ്സലിഞ്ഞ്. ഈ പറഞ്ഞ പോലെ FIR റദ്ദാക്കി
ഇയാളുടെ പേരിൽ ഒരു കുറ്റവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇയാളെ മോചിതനാക്കണം. അത്ഭുതം. അങ്ങനെ ചെയ്താൽ ആം ആദ്മി പാർട്ടി ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. എന്തും സംഭവിക്കാം. എന്തും സംഭവിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.